നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ട് കളയണം. അതുപോലെ വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നോക്കണം, നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങളിത് ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങൾ അതിലെത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റം വരുന്നത്. പിന്നെ ഈ എനർജി കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യണം കേട്ടോ. കൂടാതെ തന്നെ നമ്മളുടെ ലൈഫിൽ ഒരു ഗൈഡൻസ് ആയിട്ട് തന്നെ എടുക്കുക. ഇതിനെ നിങ്ങൾക്ക് എത്രത്തോളം കണക്റ്റ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ കണക്റ്റ് ചെയ്ത് പോകണം. ഇതൊരു ഹീലിംഗ് എനർജി ആയിട്ട് കാണുക. ടാറോ റീഡിങ്സ് നിങ്ങളിലേക്ക് വന്നു എന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്കൊരു ഇൻഫർമേഷൻസ് ഡിവൈന് നൽകാനുണ്ട്, നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ള യാത്രയിലേക്കുള്ളൊരു ഗൈഡൻസ് ഉണ്ട്. അതുപോലെ നിങ്ങൾ അനുഭവിക്കുന്ന പല തിക്ത അനുഭവങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു ഹീലിങ്ങിൻ്റെ സമയമായി എന്നതാണ് അതിൻ്റെ അർത്ഥം. വജ്രകോശം ഇട്ടിട്ടുണ്ട്. ബ്ലോക്കേജുകളും നെഗറ്റീവാകുന്ന തോട്ട്സുകളിൽ നിന്നും ശത്രുദോഷങ്ങളിൽ നിന്നും എല്ലാം നിങ്ങൾക്ക് മറികടക്കാൻ പറ്റുന്നതാണ്. അത് ഒരു പ്രാർത്ഥന പോലെ മാത്രം ചൊല്ലുക. പിന്നെ മണി അഫർമേഷൻസ് എന്തു വന്നാലും നിങ്ങളത് ഉപയോഗിക്കുക. ഫിനാൻഷ്യൽ ബ്ലോക്കേജ് മാറ്റുക. ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം ഫിനാൻഷ്യൽ ഫ്രീഡമാണ്, സാമ്പത്തിക ഭദ്രതയാണ്. അവിടെ നിന്നാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ ബാലൻസ് എന്താണ് എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നത്. സാമ്പത്തിക ഭദ്രത ഒരു 18 വയസ്സാവുമ്പോഴത്തേനും നിങ്ങൾ സാമ്പത്തികപരമാകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മളുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഗൈഡൻസ് കൊടുത്ത് അവരെ മുന്നോട്ടേക്ക് ഗൈഡ് ചെയ്യണം. കാരണം ഫിനാൻഷ്യൽ പരമാകുന്ന എനർജിയാണ് ബാലൻസ് എല്ലാത്തിനെയും നമ്മളിലേക്ക് എത്തിച്ചു തരുന്നത്. അതിൽ വളരെയധികം പ്രാധാന്യം അത് സ്ത്രീയാണേലും പുരുഷനാണേലും കൊടുത്തിരിക്കണം. അതേത് രീതിയിലാണെങ്കിലും മറ്റൊരാളുടെ ഇമോഷണലി പെയിൻ എനർജിയിലൂടെ നമ്മൾ ഒരിക്കലും സാമ്പത്തികത്തെ കണക്റ്റ് ചെയ്യരുത്. സാറ്റിസ്ഫാക്ഷനിലൂടെ മാത്രമേ സാമ്പത്തികം നമ്മളിലേക്ക് വന്നു ചേരാവുള്ളൂ. അതുമാത്രമേ നമുക്ക് തലമുറകളോളം കൈമാറാൻ പറ്റുള്ളൂ. ഫിനാൻസിൻ്റെ എനർജി എന്ന് പറയുന്നത് അത് മറ്റൊരാളുടെ നെഗറ്റീവ് വേദനയോട് കൂടിയോ ചീറ്റിങ്ങിലൂടെയോ അതല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് താല്പര്യമില്ലാതെ പോലും തരുന്നതാണെങ്കിൽ അത് നമ്മൾക്കൊരിക്കലും പ്രയോജനം ചെയ്യില്ല. അത് കൊടുക്കുന്നയാൾക്കും വാങ്ങുന്നയാൾക്കും സാമ്പത്തിക ബ്ലോക്കേജ് സംഭവിക്കും. അപ്പം സാമ്പത്തികം കൊടുക്കുമ്പോഴും ഹാപ്പിനെസ്സോട് കൂടി നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരു എനിക്ക് അതിൽ കൊടുക്കാൻ പറ്റില്ല എന്ന് തോന്നുകയാണ്, പക്ഷേ കൊടുത്തേ പറ്റൂ. ഒരു വ്യക്തി നമ്മളോട് സാമ്പത്തികം ചോദിച്ചു, നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, മാനസികമായിട്ട് നമുക്കത് പറ്റുന്നില്ല, പക്ഷേ അവർക്ക് കൊടുത്തേ പറ്റൂ. നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? കുറച്ച് കഴിഞ്ഞ് ആ ഒരു ഫിനാൻസ് കൈമാറ്റം ചെയ്യാൻ പാടുള്ളൂ. ഒന്ന് ഇമോഷണലി ശാന്തമായി റിലാക്സ് ആയിട്ട് ശരിക്കും ഒന്ന് ചിന്തിച്ച് നിറഞ്ഞ മനസ്സോടെ കൊടുക്കാവുള്ളൂ, നിറഞ്ഞ മനസ്സോടെ വാങ്ങാവുള്ളൂ. അതനുസരിച്ച് ആ ഒരു എനർജി നമ്മളിലൂടെ കടന്നു പോകുകയും വരികയും ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം എപ്പോഴും ഫിനാൻഷ്യൽ പരമാകുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പം വളരെയധികം ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക കേട്ടോ. പിന്നെ ഇന്നലത്തെ മെസ്സേജിനകത്ത് ഒരുപാട് സന്തോഷം തോന്നി. നമ്മൾ ആ ഒരു 2025 സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു കാര്യം നേടിയെടുക്കണമെന്നുള്ള രീതിയിൽ ഓരോരുത്തരോട് അഫർമേഷൻസ് ആണെങ്കിലും മാനിഫെസ്റ്റേഷൻ ആണെങ്കിലും ചെയ്യാൻ പറഞ്ഞതിൽ ഒരു 10 പേരാണെങ്കിലും നമുക്ക് മെസ്സേജ് ഇട്ട് കേട്ടോ, ഞാൻ ഇന്ന കാര്യം നേടിയിട്ടുണ്ട്, ഇന്ന കാര്യം ഫോക്കസ് ചെയ്തത് എനിക്ക് കിട്ടി എന്ന് പറഞ്ഞ്. അതുപോലെ നമുക്ക് 2026 27 ആകുമ്പോഴത്തേനും നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഒരു ബുക്കിനകത്ത് എഴുതി വെച്ചേക്കണം. ഇന്ന കാര്യം ഞാൻ ഈ 2026 അവസാനത്തോടു കൂടി സ്വന്തമാക്കിയിരിക്കും, നേടിയെടുത്തിരിക്കും. അതൊരു പുതിയൊരു കാര്യം പഠിക്കുന്നതായിക്കോട്ടെ, വാങ്ങുന്നതായിക്കോട്ടെ, ഒരു പൊസിഷനിൽ എത്തുന്നതായിക്കോട്ടെ, എന്ത് കാര്യമായിക്കോട്ടെ, നമ്മളുടെ മനസ്സിൽ ഉറച്ച തീരുമാനത്തോടു കൂടി നമ്മളത് ചെയ്യാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് അർഹതയുള്ളതാണ്. നിങ്ങൾക്കത് കയ്യിൽ കിട്ടിയാൽ വളരെ പോസിറ്റീവായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ ഡിവൈൻ നിങ്ങൾക്കത്
തന്നിരിക്കും. 100% ഉറപ്പ് പറയാണ്, നിങ്ങളുടെ കയ്യിലത് തന്നിരിക്കും. ഈ ഭൂമിയിൽ അസാധ്യമായതൊന്നും തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. എല്ലാവർക്കും സാധ്യമാക്കാൻ പറ്റുന്നത് മാത്രമേ ഈ ഒരു ഭൂമി നമ്മൾക്ക് വേണ്ടിയിട്ട് സൃഷ്ടിച്ചിട്ടുള്ളൂ. അത് നമ്മൾ അവസരത്തിനനുസരിച്ച് നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കുക എന്നത് നമ്മളുടെ ഓരോ വ്യക്തികളുടെയും കടമയാണ്. അത് സുരക്ഷിതമായി കൊണ്ടു നടക്കുക എന്നത് നമ്മുടെ കടമയാണ്. ആ ഒരു മാർഗത്തിലേക്ക് വരണം. അപ്പോൾ 2026 ആകുമ്പോഴത്തേനും ഞാൻ പറയും, എല്ലാവരും ഒരു ബുക്കിനകത്ത് മനോഹരമായിട്ട് എഴുതി വെക്കണം. എന്നിട്ട് അത് 2 നേരം വായിക്കാമെങ്കിൽ അങ്ങനെ വായിക്കണം. ഒരു നേരം പറയാനാണെങ്കിലും അത് എടുത്തു നോക്കണം, ഞാൻ ഇന്നത് നേടും. അത് നിങ്ങളിനിയിപ്പോൾ അധ്വാനിച്ചില്ലെങ്കിലും കാര്യമില്ല, അതൊന്ന് സ്വപ്നം കണ്ടാലും മതി കേട്ടോ. നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന ഡെത്ത് കാർഡാണ് കേട്ടോ. അതായത് ചില സിറ്റുവേഷൻസുകൾ അവസാനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അവസാനിച്ചു പോയ ചില കാര്യങ്ങൾ ആരംഭിക്കുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ഒരു പാഷൻ, നിങ്ങളുടെ ഒരു ആഗ്രഹം, നിങ്ങൾ ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സ്തംഭിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ, അതായത് ഒരു ആക്ഷൻ എനർജി വന്നിരിക്കുന്നതാകുമ്പോൾ കരിയർ പാതയെ ബേസ് ചെയ്തുള്ളൊരു സിറ്റുവേഷൻസ് ആണ് കേട്ടോ. ഇന്നത്തെ ദിവസം ഒരു ഇമോഷണൽ ഹാപ്പിനെസ് ചില വ്യക്തികളിൽ വരുമ്പം ചില വ്യക്തികളിൽ ചില കാര്യങ്ങൾ അവസാനിച്ചു പോകുന്നുണ്ട് ഇമോഷണലി. അതായത് ഒരു ചേഞ്ചിങ് സംഭവിക്കാൻ പോകുന്നു. ഒന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത ചില കാര്യങ്ങൾ, നിങ്ങൾ കാത്തിരുന്ന നിങ്ങളുടെ ഒരു സ്വപ്നം എന്ന് പറയുന്ന ചില ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങളെന്നൊക്കെ പറയുന്ന ചില സിറ്റുവേഷൻസിനെ നിങ്ങൾ അവസാനിപ്പിച്ച് കളയേണ്ടി വരുന്ന എനർജി കാണുന്നുണ്ട്. ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും തീർന്നു, ഇനി ഇല്ല എന്ന് ചിന്തിച്ചെടുത്ത് നിന്നും റീസ്റ്റാർട്ടിങ് ചെയ്യപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. വൃശ്ചിക മാസക്കാരുടെ ഒരു എനർജി അവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആണ്. ഒരു നഷ്ടം നിങ്ങൾക്ക് തിരിച്ചു വരുന്നു. ചിലരിൽ ചില കയ്യിലിരുന്ന ചില കാര്യങ്ങൾ, നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ, പാഷൻ നിങ്ങൾ ഉപേക്ഷിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതൊന്നും നമുക്കൊരിക്കലും നഷ്ടമായിട്ടോ അല്ലെങ്കിൽ ദുഃഖമായിട്ടോ നെഗറ്റീവ് എനർജി ആയിട്ടോ ഒന്നും ചിന്തിക്കേണ്ട കേട്ടോ. ചിലതൊക്കെ നമ്മളിൽ നിന്നും പോകേണ്ടതാണ്. അത് നമ്മുടെ കയ്യിലിരുന്നാൽ നമ്മുടെ ആയുസ്സിനും ആരോഗ്യത്തിനും ഒക്കെ കേടാകുന്ന ചില കാര്യങ്ങളുണ്ട്, ചില ബന്ധങ്ങളുണ്ട്, ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ എടുത്തു പോയിക്കോട്ടെ, അതൊക്കെ നമ്മുടെ കയ്യിൽ നിന്നും വിട്ടുപോയിക്കോട്ടെ. നമുക്ക് പുതിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരും എന്നുള്ളതാണല്ലോ നമ്മളുടെ പുതിയത് നേടുക, നമ്മൾക്ക് നമ്മുടെ കാലത്തിനനുസരിച്ച് സഞ്ചരിക്കുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓരോ വ്യക്തികളും ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് എനർജി ഉണ്ട്. ചില എനർജികളിൽ ഒരു അവസാനം, എൻഡിങ് ഉണ്ട്. അത് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഡിവൈൻ കാണിച്ചു തരും കേട്ടോ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അവസാനിപ്പിച്ച് കളയേണ്ടി വരുന്ന അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടി വരുന്ന കാര്യവും റീകണക്റ്റ് ചെയ്യപ്പെടുന്ന കാര്യത്തിൻ്റെയും ഇൻഫർമേഷൻ, അതായത് അതിൻ്റെ ആ ഒരു സൈൻ നിങ്ങളിലേക്ക് ഡിവൈൻ കാണിച്ചു തരും. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതായത് ഇമോഷണലി ചില ബന്ധങ്ങളായിരിക്കാം നഷ്ടപ്പെട്ടു പോയ, ചില അവസാനിച്ചു എന്ന് ചിന്തിച്ച ചില ബന്ധങ്ങളായിരിക്കാം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാൻ പോകുന്നത്. വീണ്ടും പരിപൂർണമാകുന്ന ഒരു ബ്ലെസ്സിങ്സോടു കൂടി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പോകുന്ന ചിലരിൽ സംബന്ധിച്ച് നോക്കുമ്പം പേരൻസൊക്കെ തടസ്സമായിട്ട് നിന്ന്, അല്ലെങ്കിൽ മറ്റാരൊക്കെയോ ഒന്നിലധികം വ്യക്തികളുടെ പ്രസൻസിൽ തടസ്സമായിട്ട് നിന്ന ഒരു റിലേഷൻഷിപ്പ്, ഒരു ഇമോഷണൽ, ഒരു അൺകണ്ടീഷണൽ ലവ് എനർജി എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. അതായത് ഒരു വിവാഹം പോലുള്ളൊരു എനർജിക്ക് ഇന്ന് ചിലപ്പോൾ ബ്ലോക്ക് ഉണ്ടായിരുന്നു, അതായത് തടസ്സം നിന്നിരുന്ന ആ തടസ്സം മാറി നിങ്ങളിലേക്ക് അത് പെർഫെക്റ്റ് ആയിട്ട് വരുന്ന സിറ്റുവേഷൻസ്, ഒരു ഗുഡ് ന്യൂസ് എനർജി, ഒരു സക്സസ്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കോൺഫിഡൻസ്, നിങ്ങൾ വിജയിച്ചു എന്ന് തോന്നുന്ന ഒരു എനർജി ഇന്നത്തെ ദിവസം നിങ്ങളിൽ കണക്റ്റഡ് ആകുന്നു. അതല്ലെങ്കിൽ ഉടനെ തന്നെ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു. മാറ്റത്തിൻ്റെ സമയമാണ്. ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. മാറ്റത്തിൻ്റെ സമയമാണ്. സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷനാണ് അവിടെ സംഭവിക്കുന്നത്. വളരെയധികം പൂർണ്ണതയോടുകൂടിയും ബ്ലെസ്സിങ്സോടുകൂടിയും, അതായത് ഒരു വിസ്ഡം, അതായത് നല്ലൊരു അറിവ്, നമുക്കതിനെ നല്ല രീതിയിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ ട്രോമാറ്റിക് എനർജി, അതായത് ട്രോമ ഉണ്ടായിരുന്ന സാഹചര്യമൊക്കെയാണ് അവിടെ അവസാനിച്ച് പോയിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള
ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നത്. വേൾഡ് കാർഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. മൂവ് ഓൺ ചെയ്യുക, നിരാശ, സ്തംഭന അവസ്ഥയിൽ നിന്നുമാണ് നിങ്ങൾ മറ്റൊരു ലോകം ക്രിയേറ്റ് ചെയ്യാൻ പെടുന്നത്. ചില ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ചതിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾ വളരെ നല്ലതാണ്, ഇതിലും പ്രഷ്യസായി ഒന്നില്ല എന്ന് ചിന്തിച്ച് നിങ്ങൾ എവിടെയാണോ ഫോക്കസ് ചെയ്തത് അവിടെ നിങ്ങൾ ഫെയിലിയർ ആയി പോയെങ്കിൽ, ഒരു റോങ് സിറ്റുവേഷൻസിനെയാണ് നിങ്ങൾ ചേർത്ത് പിടിച്ചതെന്ന് നിങ്ങൾക്ക് തോന്നിയ സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് മൂവ് ഓൺ ചെയ്ത വ്യക്തികളെയാണ് കേട്ടോ, ഇമോഷണൽ ഫെയിലിയർ എനർജിയിൽ നിന്നും മൂവ് ഓൺ ചെയ്ത വ്യക്തികൾക്കാണ് ദ വേൾഡ് എനർജി വന്നിരിക്കുന്നത്. പുതിയൊരു ലോകം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നത്. പ്രൊട്ടക്റ്റഡ് ആവുകയാണ് കേട്ടോ നിങ്ങൾ. അതൊരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയുടെ പ്രസൻസ് കൂടി നിങ്ങൾക്ക് ഈ ഒരു എനർജിയിൽ കണക്റ്റഡ് ആവുന്നുണ്ട്. അതായത് നിങ്ങൾ നിരാശപ്പെട്ട് സ്തംഭിച്ച് നിന്നത് നിങ്ങളുടെ ഫിനാൻഷ്യലി ഹെൽത്ത് എനർജികളിലാണ് എങ്കിൽ അവിടെ നിന്നും നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വരുന്നു. നിങ്ങൾ ചേഞ്ചിങ്ങിലേക്ക്, ഒരു സക്സസ്സിലേക്ക് മാറാൻ പോകുന്നു. നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഡിവൈൻ പ്രൊട്ടക്റ്റ് എനർജിയിലാണ് നിർത്തുന്നത്. കിങ് ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ആധികാരികമായി ചില തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമായിട്ടുണ്ട്. നിങ്ങൾക്ക് മറ്റുള്ളവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യേണ്ട ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഒരു കൺട്രോളിങ് എനർജിയിലൂടെ പല കാര്യങ്ങളും ഇന്ന് മുന്നോട്ടേക്ക് പോകേണ്ടി വരുന്ന സിറ്റുവേഷൻ, ഒരു നേതൃപാടവം കൊടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ഒരു പുതിയ തുടക്കം, അത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു റീസ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ. പുതിയ തുടക്കങ്ങളുടെ ഒരു ദിവസമായിട്ടാണ് ഇന്നത്തെ ദിവസത്തെ നമുക്ക് പൂർണ്ണമായിട്ടും കാണുന്നത്. പലരും ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസമാണ്. മരിച്ചു കിടന്ന പോലെ നിന്നടുത്ത് നിന്നും, സ്തംഭിച്ച് നിന്നടുത്ത് നിന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസമായിട്ടാണ് നമുക്ക് ഇന്നത്തെ ദിവസത്തെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഫോക്കസ് ചെയ്തതെല്ലാം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകും. നിങ്ങൾ മാനിഫെസ്റ്റിംഗ് ചെയ്തതെല്ലാം നിങ്ങൾക്കുള്ളതാണ് എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില ഇമോഷൻസിനെ, അതായത് നിങ്ങളെ വേദനിപ്പിച്ച, നിങ്ങളെ പെടുത്തിക്കളഞ്ഞ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഇരുട്ട് സമ്മാനിച്ച, ഡാർക്ക് എനർജിയിലൂടെ കൊണ്ടുപോയ ചില ഇമോഷൻസ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അതായത് നിങ്ങളെ പൂർണ്ണമായിട്ടും ഒരു ഡിപ്രഷനിലേക്ക് തള്ളിയ സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് റീകണക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മളോട് ഡിവൈൻ പറയുന്നത് റിജക്റ്റ് ചെയ്യുക എന്നാണ്. നിങ്ങളെ നശിപ്പിച്ച, നിങ്ങളുടെ ഒരു നല്ല കാലം കളഞ്ഞ, നിങ്ങളെ പൂർണ്ണമായിട്ടും ഒന്നുമല്ലാതാക്കിയ ചില എനർജികളിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യുക? പുറത്ത് തന്നെ കടക്കണം. ഒരിക്കലും റീയൂണിയൻ എനർജി അവിടെ സാധ്യമാക്കരുത്. നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് തന്നെ നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക? നിലനിൽക്കുക കേട്ടോ. അതുപോലെ തന്നെ 5 ഓഫ് സോഴ്സിൻ്റെ എനർജി വരുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ ചില തുടക്കങ്ങളിൽ തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇന്ന് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ, പുതിയൊരു ഓപ്പർച്യൂണിറ്റീസോ ക്രിയേറ്റിവിറ്റിയോ എന്തെങ്കിലുമൊക്കെ വളരെ കണക്റ്റഡ്, ഇമോഷണലി കണക്റ്റഡ് ആയിട്ട്, ഒരു കെയർഫുള്ളിങ് എനർജി ആയിട്ട്, അതായത് വളരെ പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ചില കാര്യങ്ങളിൽ ഇന്നത്തെ ദിവസം ഒരു തടസ്സം കാണിക്കുന്നുണ്ട്. അതൊരു പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നാണ് കാണുന്നത് കേട്ടോ. ആരെങ്കിലും ആയിട്ട്, നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളായിട്ടോ, നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന ചില വ്യക്തികളായിട്ടോ ഒരു കോൺഫ്ലിക്റ്റിന്, ഒരു വാക്ക് തർക്കത്തിനോ മറ്റും ഒരു വന്നാൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങളൊന്ന് പ്രൊട്ടക്റ്റഡ് ആവണം കേട്ടോ. ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് സ്ട്രോങ് ആവുക, അതായത് ഒരു ബൗണ്ടറി ഇടുക എന്നാണ് കാണുന്നത്. ആ കോൺഫ്ലിക്റ്റിലേക്ക് കടക്കണ്ട എന്നാണ് ഏഞ്ചൽസ് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ 5 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. 5 ഓഫ് വാൺസ്, 5 ഓഫ് പെൻറ്റിക്കിൾസ് ഒക്കെ വരുമ്പം അവിടെ സ്ട്രഗിളിംഗ് ആണ് കേട്ടോ, കോൺഫ്ലിക്റ്റ് ആണ്. ഫിനാൻഷ്യൽ പരമാകുന്ന കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം. അതായത് നിങ്ങളുടെ സമയം, സാമ്പത്തികപരമാകുന്ന ചില എനർജികൾ കണക്റ്റ് ചെയ്യുന്നത്, ചില കൊടുക്കൽ വാങ്ങലുകളാവാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പരമാകുന്ന കാര്യത്തെ സംബന്ധിച്ച് ഒരു ശത്രുതാ ദോഷം, ഒരു വൈരാഗ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ബന്ധത്തിനൊരു ബ്ലോക്കേജ് വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അത് സമയത്തിൻ്റെ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഫിനാൻഷ്യൽ പരമാകുന്ന ഇടപാടുകൾ ഇന്നുണ്ടായാൽ
അവിടെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക കേട്ടോ. കാരണം അത് നിങ്ങളിലേക്ക് തന്നെ ഒന്ന് ഉൾവലിഞ്ഞ് നിൽക്കണമെന്നാണ് കാണുന്നത്. സാമ്പത്തികപരമാകുന്ന ഒരു കൊടുക്കൽ വാങ്ങലുകളോ അതിനെ ചൊല്ലിയുള്ള എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ ലൈഫിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുക. കാരണം അത് നമുക്ക് പോസിറ്റീവായിട്ടല്ല കണക്റ്റ് ചെയ്യുന്നത്, ലോസ് എനർജിക്ക്, നഷ്ടത്തിന് കാരണമാകും. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിലൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഏസ് ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. പുതിയ തുടക്കങ്ങൾ, കരിയർ പാതയിലേക്കൊക്കെ നിങ്ങൾ ജോലി സംബന്ധമായിട്ട് അന്വേഷിക്കുന്ന വ്യക്തികളാണെങ്കിലോ ഒരു എന്താ പറയുക ഒരു ജോബ് ചേഞ്ചിങ്ങിന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കൊക്കെ ആണെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നാണ് കാണുന്നത് കേട്ടോ. അതുപോലെ കരിയർ പാതയിൽ എഫേർട്ട് എടുക്കുന്ന ഒരുപാട് സ്ട്രഗിളിങ് ചെയ്യുന്ന വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫലം ഇന്ന് ലഭിക്കുന്നുണ്ട് കേട്ടോ. ഒരു വിജയത്തിൻ്റെ ഒരു സക്സസിൻ്റെ എനർജി ലഭിക്കുന്നുണ്ട്. അതുപോലെ കരിയർ പാതയിൽ ഒന്ന് സറണ്ടർ ചെയ്യേണ്ട സിറ്റുവേഷൻസ്, ഒരു സ്റ്റക്ക് എനർജിയും കാണിക്കുന്നുണ്ട്. അതായത് പുതിയ തുടക്കങ്ങളിലേക്ക് ഇറങ്ങുന്നവർ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾക്ക് പുതിയൊരു ജോലി സംബന്ധമാകുന്ന ഓപ്പർച്യൂണിറ്റീസ് കാണുന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണോ, അനുയോജ്യമാണോ, ആ ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നതാണോ എന്ന് നോക്കണം. ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരവസ്ഥ നമുക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇമോഷണൽ ബാലൻസ്, അതായത് ഒന്ന് സ്ട്രോങ് ആവുക, ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജി, അതായത് ഒരു ന്യായപൂർവ്വം കാര്യങ്ങളെ ഇന്ന് കാണണം കേട്ടോ. ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും മധ്യസ്ഥതയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇടപാടുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ നീതിപൂർവ്വം പ്രവർത്തിക്കണമെന്നാണ് കാണുന്നത്. അതുപോലെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ, അതായത് നിങ്ങൾ മധ്യസ്ഥത, മറ്റൊരാളെ വെച്ചിട്ടൊന്നുമുള്ള സംസാരങ്ങളോ കാര്യങ്ങളോ ഒന്നും ജീവിതത്തിൽ കണക്റ്റ് ചെയ്യാതെ നിങ്ങൾ നേരിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ചെയ്യണം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ബർഡൻ ഉണ്ടാകും. കാരണം എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി, അതായത് ആവശ്യത്തിൽ കൂടുതൽ ഭാരം നിങ്ങൾ ചുമക്കേണ്ടി വരുമെന്നാണ് കാണുന്നത്. അതുപോലെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ്റെ, അതായത് മുൻകാലങ്ങളിലെ ചൈൽഡ്ഹുഡ് കാലഘട്ടത്തിലെ ഒരു വ്യക്തിയായിട്ടോ വ്യക്തികളായിട്ടോ നിങ്ങൾക്ക് ഒരു റീയൂണിയൻ എനർജി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാവാം. അതല്ലെങ്കിൽ ഒരു ട്രാവലിങ്ങിനെ ബേസ് ചെയ്ത്, എനിക്ക് തോന്നുന്നു വിദേശത്തു നിന്നൊക്കെ ആരെങ്കിലും വരുന്നവരുമായിട്ടൊരു മീറ്റപ്പ് എനർജി ആയിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു സന്തോഷം, മറന്നൊരു സിറ്റുവേഷൻസ്, ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന ചില എനർജികളുടെ സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതൊരു സെലിബ്രേഷൻ പോലെയാണ് കാണുന്നത്. ഒന്നെങ്കിൽ പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നൊരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് കാലഘട്ടത്തിലെയോ അതിനോടനുബന്ധിച്ചുള്ള വർഷങ്ങളായിട്ട് കുറേ കാലങ്ങളായിട്ട് ഒരു ലോങ് ഡിസ്റ്റൻസിൽ നിന്ന, നിങ്ങൾക്കുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാണ്ട് നിന്ന ഒരു വ്യക്തിയുടേതോ അതോ ഒന്നിലധികം വ്യക്തികളുടേതോ ആയ ഒരു പ്രസൻസ് ലൈഫിലേക്ക് വരുന്നുണ്ട്. പിന്നെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷനാണ്, സംതൃപ്തിയുടെയും അബണ്ടൻസും ഫീൽ ചെയ്യുന്നൊരു ദിവസമാണ് കേട്ടോ. എന്താണെങ്കിലും പ്രതിസന്ധികളൊന്നും ഒരുപാട് നിങ്ങളിലേക്ക് ഇന്ന് കണക്റ്റഡ് ആവുന്നില്ല. സാമ്പത്തിക ലോസിനെ സംബന്ധിച്ചൊരു എനർജി കാണുന്നുണ്ട്. എന്നാൽ സാമ്പത്തിക ഭദ്രതയും കണക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ പുതിയതായിട്ട് തുടങ്ങുന്ന ചില സിറ്റുവേഷൻസിൽ ഒരു വെല്ലുവിളിയോ ഒരു കോൺഫ്ലിക്റ്റും തർക്കമൊക്കെ വരുന്നുണ്ട്. അവിടെയൊക്കെ ഒരു ബൗണ്ടറി ഇട്ട് നിന്നാൽ മതി. അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമാണ് കേട്ടോ. ഒരു റീബർത്ത് എനർജി കണക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു പുതിയ പുലരി, ഒരു ചേഞ്ചിങ്ങിൻ്റെ, ഒരു പുതിയ വ്യക്തിയായി തീരാൻ, വ്യക്തികളായി തീരാനുള്ള ഒരു സിറ്റുവേഷൻസ് കൂടി നിങ്ങളിൽ ഇന്ന് കണക്റ്റഡ് ആണ്. ഏഞ്ചൽസ് നമുക്ക് നൽകുന്ന ഗൈഡൻസ് എ ഇയർ ഫ്രം നൗ എന്നാണ് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും ഒരു ന്യൂ ബിഗിനിങ്, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ എ ഇയർ ഫ്രം നൗ എന്നാണ് കേട്ടോ. ഇപ്പോൾ മുതൽ ഒരു വർഷത്തിനുള്ളിലാണ് നിങ്ങളിലേക്ക് അത് കണക്റ്റഡ് ആവുകയുള്ളൂ. അപ്പോഴാണ് നിങ്ങളുടെ സമയം, ക്രൗൺ ചക്ര ചേഞ്ചിങ് വരികയുള്ളൂ എന്നാണ് കാണുന്നത്. റിമൈനിങ് പോസിറ്റീവ് എന്നാണ് കേട്ടോ പറയുന്നത്. നിങ്ങൾ വളരെയധികം പോസിറ്റീവായി തന്നെ തുടരുക. അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് ഓപ്പർച്യൂണിറ്റീസുകൾ വരും. മിഥ്യാ എനർജികൾ, നിങ്ങളെ പെടുത്തിക്കളയുന്ന, വശീകരിക്കാനുള്ള പല സിറ്റുവേഷൻസുകളും, വശീകരിച്ച് നിങ്ങളെ പെടുത്തിക്കളയാൻ പറ്റുമെന്നുള്ള തോന്നലിൽ നെഗറ്റീവാകുന്ന എനർജികളുടെ പ്രസൻസ്, അതായത് രാഹു ദോഷം കാണിക്കുന്നുണ്ട് കേട്ടോ ചിലരിൽ. രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മായാവലയത്തിൽ പെടുത്തിക്കളയും. എല്ലാത്തിനോടും ആഗ്രഹവും ആകർഷണവും തോന്നും. നല്ലതും ചീത്തയൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ
കണ്ട പടുകുഴിയിലും കണ്ട മോശം ബന്ധങ്ങളിലൊക്കെ ചെന്ന് ചാടിക്കളയും. അപ്പോൾ ഇവിടെ പറയുന്നത് റിമൈനിങ് പോസിറ്റീവാണ്, നിങ്ങൾ പോസിറ്റീവായി തന്നെ തുടരുക എന്നാണ്. റൊമാൻസാണ് നമുക്ക് നൽകിയിരിക്കുന്നത്, റൊമാൻസാണ് ഇന്നത്തെ ദിവസം. നിങ്ങൾക്ക് ഒരു ഹാർട്ട് ബ്രോക്കണിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുകയാണ് കേട്ടോ. നിങ്ങളൊരു ചീറ്റിംഗ് എനർജിയിൽ നിന്നും സ്നേഹത്തിൻ്റെ ഇമോഷണൽ പരമാകുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ ഹീലാകുന്നു, നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാത്തിനോടും പ്രണയവും സ്നേഹവും സഹതാപവും ഒക്കെ തോന്നുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറുകയാണ് കേട്ടോ. എല്ലാ വസ്തുതയും പ്രപഞ്ചത്തെ തന്നെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരു ഇമോഷണൽ എനർജിയിലേക്ക് നിങ്ങൾ ചേഞ്ച് ആവുന്നുണ്ട്. അൺലൈക്കലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അസാധ്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഫാമിലി പരമാകുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾ ഹെൽത്തായിട്ടോ വെൽത്തായിട്ടോ ഒക്കെ നേരിടുന്നുണ്ടെങ്കിൽ ഒരു ലോങ് ടൈം സക്സസ് എനർജിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കുടുംബത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അസാധ്യമാണെന്നാണ് കേട്ടോ പറയുന്നത്. അതല്ല നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു സിറ്റുവേഷൻസ് ഉണ്ട്, ഒരു സക്സസ് ഉണ്ട്. നിങ്ങൾ ആ ചെയ്യുന്ന കാര്യം ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അതായത് പേരൻസ് എനർജി എല്ലാം കണക്റ്റഡ് ആകുന്ന ഒരു കുടുംബം, ഒരു കൂട്ടുകുടുംബത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്ന കാര്യം അല്ല നിങ്ങളിൽ കണക്റ്റഡ്, മറ്റൊരു സിറ്റുവേഷൻസാണ്. മാറി ചിന്തിക്കുക എന്നാണ് നമ്മളോട് ഏഞ്ചൽസ് പറയുന്നത്.